ഞാനൊരു കണക്ക് പറയാം കേട്ടോ നിങ്ങളോട്. 740 കോടി രൂപയാണ് കേരളം പിരിച്ചു കൊടുത്തത് സർക്കാരിന്, അല്ലെ? വയനാട്ടിലെ ദുരന്തത്തെ നേരിടാൻ 740 കോടി രൂപ കേരളം പിരിച്ചു കൊടുത്തു. എത്ര കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത്? നമ്മുടെ കണക്ക് പ്രകാരം 400 കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് എത്ര കോടി കൊടുക്കാനുണ്ട്? ഈ സർക്കാരിന്റെ പക്കൽ ഇപ്പോൾ തന്നെ 2 കോടിയോളം കൊടുക്കാനുണ്ട്. 2 കോടി രൂപ ഒരു കുടുംബത്തിന് നിസാരമായി കൊടുക്കാവുന്ന പൈസ കയ്യിലിരിക്കുമ്പോഴാണ് സ്കൂളിലെ പൈസ അടയ്ക്കാൻ കഴിയുന്നില്ല, ഫുഡ് കൂപ്പൺ കൊടുക്കുന്നില്ല, ദിനബത്ത കൊടുക്കുന്നില്ല, അതേപോലെ തന്നെ ഈ പറയുന്ന വാടക കൊടുക്കുന്നില്ല. ഈ എല്ലാ അസൗകര്യങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പേരിൽ കേരളം സംഭാവന ചെയ്ത പൈസ ട്രഷറിയിൽ കിടക്കുമ്പോഴാണ് ആലോചിക്കണം. അത് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയല്ല, 2 കോടിയോളം രൂപയാണ്. നോക്കൂ, എന്തൊരു നിസ്സംഗതയാണ്. അതാണ് ഈ ചോദ്യം വളരെ കൃത്യമാണ്. സർക്കാർ നിസ്സംഗമാണെന്ന് ചോദിച്ചാൽ ഇതിനപ്പുറത്ത് എന്ത് ഉദാഹരണമാണ് വേണ്ടത്? ഒരു പൈസയും കയ്യിലില്ലാതെ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, തങ്ങളുടെ തൊഴിലും നഷ്ടപ്പെട്ട്, വീടും നഷ്ടപ്പെട്ട്, ഉണ്ടായിരുന്ന എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും നഷ്ടപ്പെട്ട് അനാഥരായി നിൽക്കുന്ന മനുഷ്യർ കഴിഞ്ഞ 8 മാസമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരെയും അടുത്ത നിമിഷം തന്നെ നമ്മൾ അങ്ങ് പുനരധിവസിപ്പിക്കാൻ പോവുകയാണ്, അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് ആ പ്രതിജ്ഞ എടുത്തിട്ട് എന്താണ് ഈ സർക്കാർ ചെയ്തത്?